ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ തിരുവൈരാണിക്കുളം എല്ലാവർക്കും അറിയുന്നതാണ്. തിരുവരാളക്കുളത്തിനടുത്തായിട്ട് വെള്ളാരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് ജോസഫ് ചർച്ചൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതിനടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ലാൻഡ് അളവിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പുതിയതായിട്ട് കൺസ്ട്രക്ഷനുകളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വീടാണ്. ജസ്റ്റ് ഫൈനൽ ടച്ച് മാത്രമാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ കാണുന്ന വീടും ഇതിന് ചുറ്റിനും കാണുന്ന ഈ ഒരു പരിസരത്ത് എല്ലാം ഉൾപ്പെടെ ടോട്ടൽ വരുന്നത് 15.36 സെന്റ് ആണ്. ഇത് ഒന്നിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യാം, വീട് ഉൾപ്പെടെ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീടും 9 സെന്റ് സ്ഥലവും കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. രണ്ട് ഓപ്ഷനാണുള്ളത്. സ്ഥലം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീടിന് ചുറ്റിനുമുള്ള സ്ഥലം കാണാം. മൊത്തത്തിൽ ഒരു 15.36 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മരങ്ങളും തന്നെ നിൽക്കുന്നുണ്ട്. വലിയൊരു കിണറുണ്ട്, വാഴയുണ്ട്, എല്ലാ മരങ്ങളും തന്നെയുണ്ട്. അപ്പം കുറച്ച് വീടോട് കൂടി കുറച്ച് സ്ഥലവും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബസ് റൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നടന്നു പോകാൻ പോലും ഇല്ല. കാരണം നമ്മൾ 2 സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും ഏകദേശം ഒരു 15-20 മീറ്റർ മാറിക്കഴിഞ്ഞാൽ, മീറ്റർ ആണ് ഞാൻ പറയുന്നത്, മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടായി. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താം. 9 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തിച്ചേരാം. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ 10 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് കാലടിയിലേക്കൊക്കെ ആണെങ്കിൽ വെറും 5 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താൽ എത്താം. പെരുമ്പാവൂർ കാണുന്നുണ്ടെങ്കിൽ 9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീളത്തിലും വീതിയിലും ഒക്കെയാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ വെറും മുറ്റം മാത്രമാണ്, മണ്ണ് മാത്രമാണ്. ഇവിടെ ടൈൽ ഇടാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് രീതിയിലുള്ള ലാൻഡാണ് വേണ്ടത്. ഇത് മൊത്തത്തിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു 15.36 സെന്റ് കൂടെ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം. 9 സെന്റ് മാത്രം താല്പര്യമുള്ളവർക്കാണെങ്കിൽ വീടും ഈ 9 സെന്റ് സ്ഥലവും കൂടെ പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ഏതാണോ അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ ടൈല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ബിൽഡർ ഇവിടെ ടൈലിന്റെ വർക്കുകളൊന്നും ചെയ്യാത്തത്. വീട് നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. പല കളർ ഷെയ്ഡിലാണ് പെയിന്റിങ്സ് ഒക്കെ ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റിനും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഒരു വളരെ വലിയൊരു സിറ്റ് ഔട്ട് ആണ് ഈ ഒരു വീടിന് കിട്ടുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട്, കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഒക്കെ നോക്കുവാണെങ്കിലും കാണാം ചെടിയൊക്കെ നടാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് നമുക്ക് ചെയറുകൾ ഇടാനായിട്ട് ധാരാളം സ്പേസ് വരുന്നുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരിക്കാനാണെങ്കിൽ എത്ര ചെയർസ് വേണമെങ്കിലും നമുക്ക് ഇടാവുന്ന ഒരു സ്പേസ് ആണ്. അതിലവിടെ നമുക്ക് ചെറിയ ഇരിക്കാനുള്ള സ്പേസ് കൂടി അതിന്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തുള്ള വോളിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടൊരു പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാം. അതുകൂടാതെ വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന 2-3 വാഹനങ്ങൾ കൂടെ പാർക്ക് ചെയ്യാം. ടോട്ടൽ നമുക്കൊരു 3 വാഹനങ്ങൾക്ക് വരെ ഈ ഒരു കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം. ഫുള്ള് ലാൻഡും കൂടെ നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ എത്ര വാഹനങ്ങൾ വേണമെങ്കിലും, ഒരു 5-6 വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്കാണ് ലാൻഡ് അവിടെ ധാരാളം കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിലും ആളുകൾക്ക് കടന്നു പോകാനായിട്ട് നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന വീടിന്റെ സൈഡൊക്കെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. നമുക്ക് 2 ആയിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. തേക്കിലാണ് ഇവിടുത്തെ മേജർ വർക്കുകൾ തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വിൻഡോസിന്റെ കട്ടിലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോർ ഇതെല്ലാം തേക്കിലാണ്. ബാക്കി വരുന്ന കുറച്ച് വുഡുകൾ മാത്രമാണ് ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 2 ആയി ഓപ്പൺ ചെയ്യാവുന്ന ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രഞ്ച് മോഡൽ വിൻഡോസ് 4 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ ഷോക്കേസ് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് ഇവിടെ വോളുകൾ ധാരാളമുണ്ട്. നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏത് വോളിൽ വേണമെങ്കിലും TV ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. റൂഫ് ഒക്കെ വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് അവിടെ ലിവിംഗ് സ്പേസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്.
അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ വിഡ്ത്ത് വൈസ് ആണെങ്കിലും ലെങ്ത് വൈസ് ആണെങ്കിലും വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഏകദേശം ഒരു 18 പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. വലിയൊരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലവും ക്യാമറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വിഡ്ത്ത് വൈസ് നോക്കുവാണെങ്കിലും ലെങ്ത് വൈസ് നോക്കുവാണെങ്കിലും വലിയൊരു സ്പേസ് തന്നെയാണ് ഡൈനിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ എന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 4 വിൻഡോസും വിസിബിൾ ആണ്. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ മുകളിലുള്ള ഭാഗം വന്നിട്ട് കുറച്ചൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടൊക്കെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ലിവിംഗ് സ്പേസ് ഇവിടെ ആയിട്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. പ്ലാവിലാണ്, നല്ല ഇനം പ്ലാവിൽ തന്നെയാണ് ഇതിന്റെ ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസും ഇവിടെ 2 വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ട് ധാരാളം എയർ സർക്കുലേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. റൂഫ് എല്ലാം തന്നെ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വർക്കുകൾ ചെയ്തെടുക്കാം. പ്ലെയിൻ റൂഫ് വേണ്ടവർക്ക് ആ രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു ബോർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് അതിന് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ടൈലുകളുടെ ഒരു കളറൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ടൈലുകളാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം താഴേക്ക് ഇറങ്ങുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യത്തിന് വലുപ്പം കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ഡബിൾ കോട്ട് ഇടാവുന്ന സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ റൂഫ് ആണെങ്കിലും പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു സെയിം ഡിസൈൻ ഒക്കെ വരുന്ന വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമുകളുടെയും ഡോർ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം അകത്ത് ടൈല് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ വന്നിട്ട് ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസ്സിലും ഇതുപോലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാനുണ്ട്. കാർട്ടൺ ബോക്സും പെയിന്റിംഗ് ബോക്സുകളൊക്കെ ഉണ്ട്. അതാണ് എല്ലാം ഇവിടെ മെസ്സിയായി കിടക്കുന്നത്. കിച്ചന്റെ ഫ്ലോർ നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒരു വലിയ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം ഒരു 4 പേർക്ക് വരെ 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് ലഭിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡുമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ധാരാളം ക്യാബിനറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ഫേബറിന്റെ ഒരു ചിമ്മിണി കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നമുക്ക് ഒരു സിംഗിൾ വിൻഡോയും 4 വലിയ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടിയിൽ തൊട്ട് താഴെ തന്നെയാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. കിച്ചന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു വലിയ മുറ്റത്തേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ടോട്ടൽ 15.36 സെന്റ് സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കൃഷി ചെയ്യാനാണെങ്കിലും വാഴകൾ നടാനാണെങ്കിലും ഇവിടെ ഓൾറെഡി ജാതി എല്ലാം ഉണ്ടായി നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. വാഴയുണ്ട്, അത്യാവശ്യം കുരുമുളക് എല്ലാ മരങ്ങളിലും പടർന്നു കയറിയിട്ടുണ്ട്. നല്ലൊരു നമുക്ക് കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ പറ്റിയൊരു ഏരിയ തന്നെയാണിത്. ഫുള്ളായിട്ട് വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വരുന്ന പോർഷൻസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുന്ന സമയത്ത് ആ ഒരു വോളിൽ പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്.
അതുകൂടാതെ ഈ ഒരു റൂഫിന്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതിനകത്തും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ റൂഫിൽ യാതൊരു ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടുത്തെ വെളിച്ചം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ വെളിച്ചവും അതുപോലെ തന്നെ കാറ്റും കടന്നു പോകുന്ന രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയാണ് നേരെ മുകളിലേക്ക് വന്നത്. നമുക്ക് ഇവിടെ ഒരു ആദ്യത്തെ ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഡോറ് വന്നിട്ട് ഇവിടുത്തെ ടെറസിലേക്കുള്ള ഡോറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടെറസ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണക്കാനിടണമെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്തെടുക്കണമെങ്കിലും ഒക്കെ നല്ലൊരു വലിയ ടെറസ് തന്നെ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടാണ് കിട്ടുന്നത്. ഒരു എൽ ഷേപ്പിലാണ് ഇതിന്റെ ടെറസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് ലാൻഡ് കുറച്ച് കൂടുതൽ വേണം, എന്തെങ്കിലുമൊക്കെ നടാനായിട്ടും കൃഷി ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ലാൻഡ് വേണമെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തുകൊണ്ടും പറ്റിയൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വീട്. നമ്മൾ ആ കാണുന്ന ഡോറാണ് ടെറസിലേക്ക് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് TV വെക്കാനുള്ള പവർ പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആ ഭാഗത്ത് 4 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഇത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിന്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് റൂഫ് വരെയും കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ വന്നിട്ട് ഓപ്പൺ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ആ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ പകുതിയോളം തന്നെ കോൺക്രീറ്റിൽ തന്നെയാണ്. കുറച്ച് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് അയൺ ബാറുകൾ ഇട്ടിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പുറത്തൊക്കെ അത്യാവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അകത്തൊക്കെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ഇതൊരു 3 BHK വീടാണ്. ഇവിടെ മുകളിൽ നമുക്കിനി ഒരു ബെഡ്റൂം കൂടെയാണ് കാണാനുള്ളത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 വിൻഡോസ് കാണാം. ഈ ഒരു വോളിൽ 2 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെയിം പാറ്റേൺ തന്നെയാണ് മൾട്ടിവുഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ആ ഒരു ഭാഗത്താണ്. 3 ബാത്റൂമുകളുടെയും ഡോറുകൾ വന്നിട്ട് നല്ല ഡിസൈനിലാണ്. ഇവിടുത്തെ ഒരു ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒന്നും കൂടെ പറയാം. എറണാകുളം ജില്ലയിൽ ആലുവ തിരുവൈരാളിക്കുടത്തിനടുത്ത് വെള്ളാരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു സെന്റ് ജോസഫ് ചർച്ച് ഉണ്ട്. അതിനൊക്കെ അടുത്തായിട്ടാണ്. മെയിൻ റോഡിലേക്ക് നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വോക്കബിൾ എന്ന് പോലും പറയാനില്ല. വെറും 2 ചുവട് എടുത്ത് വെക്കുമ്പോഴേക്കും 2 ഫീറ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്തുകയായി. അത്ര അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ടോട്ടൽ നോക്കുവാണെങ്കിൽ 15.36 സെന്റ് ലാൻഡ് ആണ് ഈ കാണുന്ന ടോട്ടൽ ലാൻഡ് വരുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഈ വീടും 15.36 സെന്റും കൂടെ ഉൾപ്പെടെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് ഉൾപ്പെടെ 9 സെന്റ് ലാൻഡും കൂടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഒരു ചോയ്സും കൂടിയുണ്ട്. 2020 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. എത്ര വേണമെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നമ്മുടെ ചോയ്സ് ആണ്. ഒന്നിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ ഒരു 6 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാം. ബാക്കിയുള്ള വീടും ആ ഒരു 9 സെന്റ് സ്ഥലവും കൂടെയാണെങ്കിൽ 3 വാഹനങ്ങൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ 9 സെന്റ് സ്ഥലവും വീടും കൂടിയാണ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് 85 lakhs ആണ്. 85 ലക്ഷമാണ്. മൊത്തത്തിൽ ഈ ഒരു 15.36 സെന്റ് സ്ഥലവും ഈ ഒരു വീടും കൂടിയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 1.5 CR ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 പ്രൈസുകളും നെഗോഷ്യബിൾ ആണ്. ഈ വീടുകൾ നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ മാത്രമാണ് ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡിസ്കൗണ്ട് പ്രൈസും കൂടി ഇട്ടിട്ട് ഈ വീടുകൾ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ ലോൺ സൗകര്യത്തോടു കൂടി സ്വന്തമാക്കാവുന്നതാണ്. ഇപ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്, നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ്. ബസ് റൂട്ട് വളരെ അടുത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും കാണാനൊക്കെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. അടുത്ത ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.